എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു വലിയ ചർച്ചയായിരിക്കുന്നതും പൊതുജനത്തിനെ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നതുമായ ഒരു വിഷയത്തിൻ്റെ സമഗ്രമായ ഒരു പഠനം അതുമായി ബന്ധപ്പെട്ട് നടത്തിയതിൻ്റെ ബാക്കി പത്രമായി, അതായത് ഈ കോപ്പറേറ്റീവ് ബാങ്ക്, ഇത് കണ്ടമാനം ബാങ്കുകൾ പൊട്ടി. ഈ ബാങ്കുകൾ പൊട്ടിയതിൻ്റെ കാരണങ്ങൾ എന്ത്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ കളികൾ, ഇതെന്തുകൊണ്ടാണ് ഇത് സാധാരണക്കാർക്കിട്ടത് അടികിട്ടിയത്, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ദീർഘമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ പൊതുജന സമക്ഷത്തിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമേ തന്നെ പറയട്ടെ, ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രസക്തി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്കിതിൻ്റെ ഘടന എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ. ഒന്നാമത്തെ കാര്യം, സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ ഗ്രാമങ്ങളുടെ വളർച്ചയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും അധികമായി പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ. കുഗ്രാമങ്ങളിൽ ഒരു ചെറിയ മുറികളിൽ സഹകരണ സംഘങ്ങളായി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളുടെ സാമ്പത്തിക അടിത്തറയുടെ നട്ടെല്ല് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളായിരുന്നു. ഇത് തുടങ്ങിയ കാലത്ത് നല്ല ലക്ഷ്യങ്ങളായിരുന്നു, ഇന്ന് ലക്ഷ്യങ്ങളൊന്നും മോശമില്ല. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശസ്തി എന്ന് പറയുന്നത്. പ്രശസ്തിയല്ല, പ്രസക്തി. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇത് പൊതുജനം വളർത്തിയ പൊതുജനത്തിൻ്റെ പ്രസ്ഥാനമാണ്. പൊതുജനം വളർത്തിയ പൊതുജനത്തിൻ്റെ പ്രസ്ഥാനം. ഇതിൻ്റെ അടിത്തറ തന്നെ ജനകീയതയായിരുന്നു എന്നുള്ളതാണ് എല്ലാ കാലത്തും ഈ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ. ജനകീയതയായിരുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു നാഷണൽ ബാങ്കിലേക്ക് ചെന്നാൽ ഇപ്പോൾ ഇച്ചിരി മര്യാദയൊക്കെ ഉണ്ടെങ്കിലും ഒരു 3 വർഷമോ 4 വർഷമോ മുമ്പ്, അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് സ്റ്റേറ്റ് ബാങ്കിലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലോ ഒക്കെ ഒരുത്തൻ ചെന്നാൽ, ഒരു സാധാരണക്കാരന് ചെന്നാൽ അവിടെ ഒരു വിലയില്ലായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളെല്ലാം കൂടെ വന്ന് നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കിരീട കോണിലെങ്കിലും ഇങ്ങനൊരു ചിരിയൊക്കെ വെക്കാൻ അവർ തയ്യാറായത്. എന്നിട്ടും ഒരു വലിയ താല്പര്യമൊന്നുമില്ല. പല ബാങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇരുന്ന് പണിയെടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല. അതുകൊണ്ട് നിർവാഹമുണ്ടേ ഒരുമാതിരിപ്പെട്ടവർ നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെയുള്ളിടത്തോട്ട് പോകുന്നില്ലെന്നുള്ള സത്യം. പിന്നെ ഈ കാലഘട്ടങ്ങളിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷന്, പ്രത്യേകിച്ച് ഈ KSRTCയുടെ പെൻഷന്, സാമൂഹിക സേവന പെൻഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫണ്ടുകളൊക്കെ എടുത്തിരുന്നതും ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ്. സഹകരണ പ്രസ്ഥാനം ജനം കൂട്ടി വെച്ചിരുന്ന പണത്തിൽ നിന്നാണ്. പിന്നെ ആവശ്യക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായ ജനത്തിന് ഒരാവശ്യം വന്നാൽ വളരെ എളുപ്പമായി സമീപിക്കാവുന്ന ഒരു ബാങ്ക് ഈ കോപ്പറേറ്റീവ് ബാങ്കായിരുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയാം. ഗ്രാമങ്ങളിൽ ഒരു കൃഷിക്കാരന് ഒരു വിവാഹത്തിനോ അല്ലെ ഒരു വിദ്യാഭ്യാസത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരാവശ്യത്തിന് ഒരു റോഡില്ലാത്ത ഒരു പറമ്പ്, അയാൾ താമസിക്കുന്ന അങ്ങനെയാണ്. മിക്കവാറും ഗ്രാമങ്ങളിലൊക്കെ മിക്കരും താമസിക്കുന്നിടത്ത് പറമ്പിലേക്ക് റോഡൊന്നുമില്ല. റോഡിൽ നിന്ന് അവർ ഗ്യാസ് കുറ്റി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ളതൊക്കെ ചുമന്നുകൊണ്ട് പോയാണ് ജീവിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള താമസ സ്ഥലങ്ങളോ പുരയിടങ്ങളോ ഒക്കെ ഈ നാഷണൽ ബാങ്കുകൾ ഒന്നും പണയം പിടിക്കുകയില്ല, ഒന്നും അവർ കൊടുക്കുകയില്ല. അവർക്ക് അവിടെ നിയമം മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഈ സഹകരണ സംഘങ്ങൾ ഈ വ്യക്തികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ അത് മനസ്സിലാക്കി അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാൻ പറ്റിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം ഇല്ലെന്നാക്കി കളഞ്ഞു എന്നതാണ് വേറൊരു സങ്കടം. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് സമീപിക്കാവുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. വേറൊന്ന്, ഈ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് വരെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞാൽ ബാങ്ക് മൊത്തം അങ്ങ് പൊളിഞ്ഞു പോയാലും
5 ലക്ഷം രൂപയ്ക്ക് വരെ അതിന് പരിരക്ഷയുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ നാഷണൽ ബാങ്കുകളുടെയൊക്കെ ചെക്കയിൽ 1 ലക്ഷം രൂപയ്ക്ക് പരിധി സംരക്ഷണമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സകല മേഖലയിലും ഗുണമായിരുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് കളഞ്ഞു എന്നതുകൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യം സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പ്രയാസപ്പെടുത്തുന്നതാണ്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ, ഈ കോപ്പറേറ്റീവ് ബാങ്ക് നഷ്ടപ്പെട്ടു പോയാൽ ശരിക്കും ബാധിക്കുന്നത് ഗ്രാമങ്ങളിലുള്ള സാധാരണക്കാരനെ ആണ് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. ഇതിൽ 2 തരം ഷെയറുകളാണ് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കുള്ളത്. അതിലൊന്നിനെ എ ക്ലാസ് ഷെയറുകളെന്ന് പറയും, മറ്റൊന്നിനെ ബി ക്ലാസ് ഷെയറുകളെന്ന് പറയും. ഈ എ ക്ലാസ് ഷെയറുകളുടെ പ്രത്യേകത, ആ ഷെയർ ഉള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള വ്യവസ്ഥയുള്ളൂ. അവർക്ക് ആ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനും വ്യവസ്ഥയുള്ളൂ. വോട്ട് ചെയ്യാനും ലോൺ എടുക്കാനും ജാമ്യം നിൽക്കാനും വ്യവസ്ഥ ഈ എ ക്ലാസ് ഷെയർ ഉള്ളവർക്കേ ഉള്ളൂ. തന്നെയുമല്ല, ഈ ബാങ്ക് ഇരിക്കുന്ന പഞ്ചായത്തിൻ്റെ പരിധിക്കകത്തുള്ളവർക്ക് ഇത് കിട്ടുകയുള്ളൂ താനും. എന്ന് പറഞ്ഞാൽ ഈ ബാങ്കിനകത്ത് കാര്യങ്ങളെല്ലാം നടത്താനുള്ള, ഒരു ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്താനുള്ള പവർ ഈ എ ക്ലാസ് ഷെയർ ഉള്ളവർക്കേ ഉള്ളൂ. ഇനി രണ്ടാമത്തേത് ബി ക്ലാസ് ഷെയറാണ്. ഈ ബി ക്ലാസ് ഷെയറുകാർക്ക് വോട്ടില്ല, അവർക്ക് ലോണിന് ജാമ്യം നിൽക്കാനും പറ്റിയല്ല. പിന്നെ അവരെ കൊണ്ട് പറ്റുന്ന 2 കാര്യമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. 1 നിക്ഷേപിക്കാൻ പണം, 2 സ്വർണ്ണപ്പണയം ഉണ്ടേ വെക്കാം. അല്ലാതെ ജാമ്യം നിൽക്കാനോ വോട്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പം നിലവിൽ ഇതുകൂടാതെ പിന്നെ ഇതിൻ്റെ ഘടനയ്ക്കകത്തുള്ളത് ഈ ബാങ്കിലെ സ്റ്റാഫുകളും ബോർഡ് മെമ്പർമാരും ഒക്കെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘം ബോർഡ് മെമ്പർമാരും ബാങ്കിൻ്റെ സ്റ്റാഫും ചേർന്ന് നടന്നു പോകുന്ന ഒരു പ്രസ്ഥാനം. ഈ ബാങ്കിൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബാങ്കിലും വളരെ കുറച്ച് സ്റ്റാഫുകളാണുള്ളത്. പിന്നെ ഈ ലോണ് പേപ്പറുകൾ റെഡിയാക്കുക, ലോൺ കൊടുക്കുക, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, നിക്ഷേപങ്ങൾ ബുക്ക് പതിച്ചു കൊടുക്കുക. ഒറ്റ കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഘടന പറയുമ്പം ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ചെല്ലുന്ന സാധാരണക്കാരായ ജനങ്ങൾ ശരിക്കും അവരവിടെ ചെല്ലുമ്പോൾ നല്ല ഉപഭോക്താവ് തന്നെയാണ്. ഉപഭോക്താവിൻ്റെ എല്ലാ അവകാശങ്ങളും അവർക്ക് അനുവദിച്ച് കിട്ടുന്ന സ്ഥലമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ. അവിടുത്തെ സ്റ്റാഫിന് മുറയെടുക്കാൻ പറ്റില്ല. ചെല്ലുന്നവരെ വളരെ യോഗ്യമായി സ്വീകരിച്ച് ആ കസേരയിലിരുത്തി ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് പേപ്പറുകളും അവർ തന്നെ എഴുതി, അവർ തന്നെ അത് പാസ്സാക്കി, അവർ തന്നെ അത് കൊണ്ടുവന്ന് അവർ തന്നെ എടുത്ത് ഇവരുടെ കയ്യിൽ കൊടുക്കുകയോ നിക്ഷേപമാണെങ്കിലും അങ്ങനെ. ഇങ്ങനെ സാധാരണക്കാർക്ക് ഏറ്റവും യോഗ്യമായി ചെയ്യാവുന്ന ഒരു സ്ഥലം ആണ് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നതാണ് ഇതിൻ്റെ ഘടനയുടെ ഏറ്റവും ലളിത രൂപം. ഇതിനകത്ത് വളരെ ചെന്നപ്പോൾ വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. ഈ ബാങ്ക് പൊതുജനത്തിൻ്റെ അവരുടെ നിക്ഷേപണം, ഈ ബാങ്ക് ഭരിക്കുന്നത് പൊതുജനം തന്നെ, പൊതുജനത്തിൻ്റെ കൂട്ടത്തിലുള്ള ബോർഡ് മെമ്പർമാർ അവർ തന്നെ തിരഞ്ഞെടുക്കുന്നവരാണ്. ഇനി അടുത്തത് ഈ പണം കൊണ്ട് നിക്ഷേപിക്കുന്നത് പൊതുജനം, ഈ പലിശ ലഭിക്കുന്നതും പൊതുജനത്തിന്, ഇനി ലോൺ എടുക്കുന്നതും പൊതുജനം, ലോൺ അടയ്ക്കുന്നതും പൊതുജനം, അടയ്ക്കാതിരിക്കുന്നതും പൊതുജനം. ഇതിനകത്ത് രസവും വിരോധാഭാസവുമായൊരു സംഭവം എന്നാണെന്നറിയോ? ഇതെല്ലാം പൊതുജനം ചെയ്യും. അവൻ്റെ പണം വെച്ച്, അവൻ്റെ ഷെയർ വെച്ച്, അവൻ പൈസ ഇട്ട്, അവരുടെ അടയ്ക്കുന്ന ആളുകളെ വെച്ച്, ബോർഡ് മെമ്പർമാരെ വെച്ച് ബാങ്ക് നടത്തി കാര്യങ്ങൾ നടത്തി അങ്ങോട്ട് പൈസ കൊണ്ടിട്ട് പലിശ അവൻ തന്നെ എടുക്കും, പൊതുജനം തന്നെ എടുക്കും. ലോൺ വെച്ച് ചിലരടയ്ക്കും ചിലരടയ്ക്കില്ല, ഇതെല്ലാം പൊതുജനം. പക്ഷേ ഏറ്റവും രസം എന്നാന്ന് ചോദിച്ചാൽ തെറി മുഴുവൻ കേൾക്കുന്നതും നിർത്തിപ്പൊരിക്കുന്നതും ബാങ്ക് സ്റ്റാഫിനെ. ഈ ദിവസങ്ങളിൽ പല സ്റ്റാഫുകളും പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ, പല ബാങ്കുകളും പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ പല ബാങ്കുകളിലും തൊഴുകൈകോടെ നിൽക്കുക ബാങ്ക് സ്റ്റാഫുകൾ. ആ സാധുക്കളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവരെന്നാ കാണിച്ചിട്ടാ? ലോൺ എടുത്തുകൊണ്ട് പോയതാരാ? ലോൺ അടയ്ക്കാതിരുന്നതാരാ? അവർ ചെയ്തതെന്താ? അവരന്ന് ഇവരുടെ കാലെ പിടിച്ച് ജോലി ചെയ്തു ഈ പൊതുജനത്തിൻ്റെ.
ഇന്നിപ്പോൾ ഇവരുടെ മുമ്പിൽ തൊഴു കൈകളോടെ നിൽക്കുക. ഇത് ഇവരാരുടെയും വീട്ടിലോട്ട് കൊണ്ടുപോയതല്ല ഈ സംഭവം. അതുകൊണ്ട് ഇതിൻ്റെ ഘടന മൊത്തത്തിൽ ഇങ്ങനെയാണെന്നും ഓർത്തുകൊണ്ടും ഈ സാഹചര്യങ്ങളെ എല്ലാം കൂടെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ബാങ്കുകളുടെ അവസ്ഥ മുന്നോട്ട് പലതായി ചിന്തിക്കാം. കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രവർത്തന രീതി എങ്ങനെയാണ് നമുക്ക് വളരെ ലളിതമായിട്ട് ഒന്ന് ചിന്തിക്കാം. ഒരു തുക വെച്ച് നമുക്കതിൻ്റെ കണക്കുകളൊക്കെ എടുത്തു പോകാം. ഇപ്പോൾ ഒരു ബാങ്കിൽ 50 കോടി രൂപ നിക്ഷേപമുണ്ടെന്ന് നമുക്കങ്ങ് വിചാരിക്കാം. 50 കോടി രൂപ നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപം മുഴുവൻ മേടിച്ചിരിക്കുന്നത് ഏതാണ്ട് 8% പലിശയ്ക്കാണ്. നിക്ഷേപിക്കുന്ന ആളുകൾക്ക് 8% പലിശ കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ വ്യവസ്ഥ. ഇതിൻ്റെ 80%, അതായത് 40 കോടി രൂപ ഇവർ ലോൺ കൊടുത്തിരിക്കണം. അതതിൻ്റെ വ്യവസ്ഥയാണ്. ഈ 50-നകത്ത് 50 കോടിയുടെ 80% എന്ന 40 കോടി ഇവർ 11% ലോൺ കൊടുക്കും. ലോൺ കൊടുക്കുന്നതിനകത്ത് കൂടുതൽ റോള് പണ്ട് കാലങ്ങളിൽ ബോർഡ് മെമ്പർമാർക്കായിരുന്നു. അവരാ തീരുമാനിക്കുന്ന ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ ഈ 40 കോടി കൊടുക്കുന്നത് 11% പലിശയ്ക്കാണ്. ഈ 11% പലിശയ്ക്ക് കൊടുത്ത് കൃത്യമായിട്ട് അടച്ചാൽ ഈ നിക്ഷേപകന് കൊടുക്കുന്ന 8%-വും ഈ 11%-വും തമ്മിലുള്ള വ്യത്യാസം 3% പൈസ പലിശ ബാങ്കിന് കിട്ടും. ബാങ്കിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ കെട്ടിടം സ്വന്തം ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ടിൻ്റെ ഒരു പലിശ ഉണ്ടാവാം. അല്ലെങ്കിൽ സ്വന്തം കെട്ടിടം ലോണെ തന്നെ പണിതിട്ടുണ്ട്, അതിൻ്റെ EMI-കളുണ്ട്. ഇനി വാടക കെട്ടിടമാണെങ്കിൽ വാടകയുണ്ട്, കറണ്ടിൻ്റെ ചിലവുണ്ട്, ഫോണിൻ്റെ ചിലവുണ്ട്, നെറ്റിൻ്റെ ചിലവുണ്ട്, മറ്റ് സ്റ്റേഷനറി ചിലവുകളുണ്ട്. ഈ ബാങ്കിലെ സകല ചിലവുകൾ കൂടെ ആകെ ബാങ്കിന് കിട്ടാനുള്ളത് ഈ 3% പലിശയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു തന്നപ്പോൾ പല നല്ല ബാങ്കിലെ സെക്രട്ടറിമാരും പറഞ്ഞു ആ 3% പലിശ കൊണ്ട് ഇത് നടക്കില്ല. ഈ 40 കോടി ലോൺ കൊടുത്തിട്ട് ഈ 10 കോടി ബാങ്ക് വെച്ചേക്കുമല്ല, ഈ 10 കോടിയിൽ ഒരു കുറച്ച് പൈസ ഇവിടെ വെച്ചിട്ട് ബാക്കി ഇവർ ജില്ലാ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കും. ഇപ്പോഴത്തെ രീതി പറഞ്ഞാൽ കെ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിച്ച് കഴിയുമ്പം ഈ നിക്ഷേപകന് കൊടുക്കുന്ന പലിശ അത് ആ കെ ബാങ്ക് ഇവർക്ക് കൊടുക്കും, ജില്ലാ ബാങ്ക് ഇവർക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നിക്ഷേപകന് കൊടുക്കുന്ന പൈസ ഇവരുണ്ടാക്കാൻ പോകണ്ട. അപ്പോൾ ഈ 3% 40 കോടിയുടെ ഈ 3% പലിശ കൊണ്ട് ഈ ലോണും ഇതും തമ്മിലുള്ള വ്യത്യാസപ്പെട്ട് വരുന്ന 3% പലിശ കൊണ്ട് ഈ ബാങ്ക് നടക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചോദിക്കുന്നത് വെച്ചപ്പോൾ അവർ പറഞ്ഞു ചിട്ടി നടത്തി അതിൻ്റെ കമ്മീഷനൊക്കെ മേടിച്ച് കാര്യങ്ങൾ നടത്താം, ചിട്ടികൾ നടത്തി. അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണപ്പണയം കൊടുത്ത് ഔത്തെന്നൊക്കെ ചെറിയ വ്യത്യാസം, എന്നാലും സ്വർണ്ണപ്പണയം എടുത്താലും ഈ 3% അല്ല കിട്ടുള്ളൂ. അത് പിന്നെയുള്ളത് ചില കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കർഷക ആവശ്യങ്ങൾക്കുള്ള കടകൾ, ചിലർ പലചരക്ക് കടകൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തിയാലേ ഇത് നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ചിട്ടി നടത്തിയും കടകൾ നടത്തിയും ചെറിയ ചെറിയ സ്റ്റേഷനറി പോലുള്ള സംവിധാനം എല്ലാം കൂടെ നടത്തിയാലേ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. ഇതിനകത്ത് ആരെങ്കിലും ഒരു ചെറിയ വീഴ്ച വരുത്തിയാൽ, ഇപ്പം ലോൺ എടുക്കുന്നവൻ കൃത്യമായി തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നാലും നിക്ഷേപകൻ്റെ പലിശ വേണം. ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കുകളും നിക്ഷേപകൻ്റെ പലിശ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ആർക്കും കൊടുക്കാതിരുന്നതായിട്ടോ അവധി പറഞ്ഞതായിട്ടോ നാളെ വരാൻ പറഞ്ഞതായിട്ടോ ഒന്നും നമ്മളാരും കേട്ടിട്ടില്ല. പിന്നെ വലിയ എമൗണ്ട് എടുക്കണേ ചിലപ്പം ജില്ലാ ബാങ്കിൽ പോയി അത് കൊണ്ടുവരാനുള്ള ഒരു സമയമൊക്കെ ചിലപ്പോൾ ചില ബാങ്കുകൾ, അത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുമായിട്ട് പൊതുവേ ആളുകൾക്ക് വ്യക്തിപരമായ ബന്ധമുള്ളതുകൊണ്ട് അതൊന്നും ഒരു പരാതിയായിട്ട് വന്നിട്ടുമില്ല. വലിയ എമൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസമൊക്കെ ചെന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് എനിക്ക് ഇന്ന പോലെ ആവശ്യമുണ്ട്, അന്നേരത്തിന് എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ ഇന്നത് വേണമെന്നൊക്കെ പറയുമായിരിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ ബാങ്കിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇത്രേ ഉള്ളൂ. ജനത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച ഇത്രയും പണത്തിൽ 80% ഇച്ചിരി കൂടിയ ഒരു പലിശയ്ക്ക് ഒരു 2-3% കൂടി അവർക്ക് കൊടുക്കുന്നു. അവരത് കൃത്യമായിട്ട് അടയ്ക്കുമെന്ന് കണക്കൂട്ടി അവർക്ക് കൊടുത്തിട്ട് അവരത് കൃത്യമായിട്ട് അടച്ചാൽ അതിനകത്തുനിന്ന് കിട്ടുന്ന ചെറിയ ഒരു പലിശയും ചിട്ടിയോ കടകളോ ഒക്കെ നടത്തി കഴിഞ്ഞ ശേഷം കിട്ടുന്ന ചെറിയൊരു കമ്മീഷനും ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ ബാങ്കിൻ്റെ വാടക, അല്ലെ വാടകയ്ക്ക് തുല്യമായൊരു തുക, കറണ്ട് കാശ്, നെറ്റ് കാശ്, ഫോൺ കാശ്, ചായയോ വെള്ളമോ അങ്ങനെയുള്ള ചിലവുകളുണ്ട് അത്,
സ്റ്റാഫിൻ്റെ ശമ്പളം, അവർക്ക് ആവശ്യമായ സ്റ്റേഷനറി വ്യവസ്ഥകളെല്ലാം കൂടി എടുക്കുന്നത് ഇതിനകത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പൊതുജനത്തോട് പറയട്ടെ, ഈ ബാങ്ക് സ്റ്റാഫ് ഇതിനകത്ത് അതുങ്ങൾ സാധുക്കളാണ്. അവരനുഭവിക്കുന്ന പീഡ എന്താണെന്ന്, അവരനുഭവിക്കുന്ന ടെൻഷൻ എന്താണെന്ന്, അവരനുഭവിക്കുന്ന പ്രഷർ എന്താണെന്ന് പൊതുജനം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നിക്ഷേപിച്ചതും പൊതുജനം, ലോൺ എടുത്തതും പൊതുജനം. ഈ സാധുക്കൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊന്ന് പണിയെടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പൊതുജനത്തോട് പറയുന്നു, ബാങ്ക് പൊട്ടിയെന്നും പറഞ്ഞ് നിങ്ങൾ സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യരുത്, കയ്യേറ്റം ചെയ്യരുത് എന്ന് മാത്രമല്ല, അവരോട് മുഷിഞ്ഞൊരു വാക്ക് പോലും പറയരുത്. അവരുടെ പ്രഷർ അവരാരോട് പറയും? ഇപ്പോൾ മനസ്സിലാകുന്നത് അവരുടെ ശമ്പളം പോലും അതുങ്ങൾ സ്വയമായിട്ട് വെട്ടിക്കുറച്ചാണ് ഇപ്പം നിൽക്കുന്നതെന്നാണ്. ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ പൊളിഞ്ഞതിൻ്റെ കാരണങ്ങൾ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കാരണം കള്ളപ്പണം എന്നൊരു പ്രചരണം ഇതിൻ്റെ പുറകെ കൊണ്ടുവന്നു. അതിന് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. പക്ഷേ അടി കിട്ടിയത് ആർക്കിട്ടാ? ഇവിടുത്തെ പൊതുജനത്തിനിട്ടോ. രാഷ്ട്രീയക്കാരൻ ഊരിപ്പോയി. അതിനോട് ചേർത്ത് പറയുന്നു, അവന് ശമ്പളമായിട്ടും പെൻഷനായിട്ടും വൈറ്റായിട്ട് കിട്ടിയത് അവൻ നാഷണൽ ബാങ്കിൽ കൊണ്ടിട്ടു. ബ്ലാക്കായി കിട്ടിയ പണം എതിലോടെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരന് വല്ല പ്രശ്നമുണ്ടോ? പല കളറുള്ള കൊടിക്കാരൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചപ്പം അടി ഇവിടുത്തെ പൊതുജനത്തിനിട്ട് കിട്ടി. അതൊന്നാമത് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഈ പ്രശ്നം ഉണ്ടായത് കേരളത്തിലെ മുഴുവൻ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ കൂടി അല്ല. 1, 2, 3 കോപ്പറേറ്റീവ് ബാങ്കുകളിൽ മാത്രമായി ഈ പ്രശ്നം ഉണ്ടായത്, അല്ലെങ്കിൽ ചുരുക്കം ചില ബാങ്കുകളിലാണ് ഉണ്ടായത്. അങ്ങനെ പ്രശ്നം ഉണ്ടായി അതിൻ്റെ വാർത്തകൾ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചപ്പോഴാണ് എല്ലാവർക്കിട്ടും പണി കിട്ടിയത്. അപ്പോൾ എല്ലാ ബാങ്കുകളിലൊന്നും പ്രശ്നമല്ല, പ്രശ്നമില്ലാത്ത ബാങ്കുകളുടെ ഒരു നിര തന്നെ ഇവിടെയുണ്ട്. പക്ഷേ അവർക്കും പ്രശ്നമാകുന്ന രീതിയിലേക്ക് ഉപഭോക്താക്കളായ നമ്മൾ മാറുമ്പോൾ പ്രശ്നമാകും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിൽ, ഈ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിലെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം ഈ ഒടുക്കത്തെ രാഷ്ട്രീയ കാലുമാറ്റമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാർട്ടി നിൽക്കുമ്പം ബോർഡ് മെമ്പർമാരാകും. പാർട്ടി നേതാക്കന്മാർ ഇവിടുന്ന് ചാടി അപ്പുറത്തോട്ട് ചെന്ന് കഴിയുമ്പം ഈ ബോർഡ് മെമ്പർമാരെല്ലാം അങ്ങേയറ്റത്ത് ചെന്ന് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ബാങ്കിൻ്റെ ഭരണസമിതി മറിയും, അല്ലെ രാജിവെക്കേണ്ടി വരും. അപ്പോൾ ഇവന്മാർ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഈ ബോർഡ് മെമ്പർമാർ പറഞ്ഞിട്ട് പോകും നിക്ഷേപകരോട്. അത് നിക്ഷേപകർ ചോദിക്കും, എങ്ങനെയുണ്ട് നിങ്ങൾ ഭരണമൊക്കെ പോയാലും ഞങ്ങളുടെ പൈസയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അന്നേരം ഈ ബോർഡ് മെമ്പർമാർ പറയും, നോക്കിയും കണ്ടുമൊക്കെ നിന്നാൽ കൊള്ളാം. അപ്പോൾ പിന്നെ അവരിത് പിൻവലിക്കാൻ ചെല്ലും. ഈ കോട്ടയം ജില്ലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നശിപ്പിച്ചതിന് ഇവിടുത്തെ ഒരു ഭയങ്കര ചാട്ടക്കാരൻ്റെ കുഴപ്പമാണ്. ആരാന്ന് നിങ്ങൾ ഊഹിച്ചോ? ഒറ്റ ചാട്ടം അങ്ങോട്ട് ചാടിയപ്പം ചാടി ഇപ്പോൾ ഒരിടത്തും ഇല്ലാത്ത അവസ്ഥയായി. പക്ഷേ അന്നേരം നാട്ടുകാർക്കിട്ട് അടി കിട്ടി. ഇനി അടുത്തത്, ഈ മൾട്ടി സൊസൈറ്റി എന്നും പറഞ്ഞൊരു ഭണ്ഡാരം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു. അത് ഭയങ്കര ദൂഷ്യം ഈ കോപ്പറേറ്റീവ് ബാങ്ക് കിട്ടി ചെയ്തു. അത് വേറൊരു രീതിയിൽ കൂടി അങ്ങോട്ട് കളിച്ചപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അടിപറിച്ച് കളഞ്ഞു. ഇനിത്തത് നിക്ഷേപകൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഒരാവശ്യവും ഇല്ലാത്തവനും ബാങ്ക് പൊളിഞ്ഞെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് എൻ്റെ മോടെ കല്യാണമാണ്, എനിക്ക് അതായതാന്നും പറഞ്ഞ് ഒരാവശ്യവും ഇല്ലാത്തവനും കൂടി അങ്ങോട്ട് ചെന്നപ്പം ബാങ്കുകാരനിൽ എടുത്തു കൊടുക്കാനില്ലെന്നായി. ഈ കാരണം മൂലം പൊട്ടിയ ബാങ്കുകളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തവൻ ചെന്ന് ബാങ്കിൽ നിന്ന് പൈസ തിരിച്ച് പിൻവലിക്കാൻ ചെന്നാൽ ബാങ്കുകാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പൈസ അല്ലല്ലോ ഇത്. കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന കോടികളുടെ ഫണ്ടിട്ടുള്ള കളിയല്ലല്ലോ. ആവശ്യമില്ലാത്തവരുടെ ചെന്ന് ബസ്സിൽ പിടിച്ചപ്പോൾ ഈ ബാങ്ക് പൊട്ടി എന്നുള്ള രീതിയിൽ ചെന്ന് വാർത്തകൾ ഉണ്ടാക്കി ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടിത് പൊട്ടി. പിന്നെയുള്ളത്, ഈ പണയാധാരം വെച്ച ഒരാളൊരു ലോണങ്ങ് എടുക്കും. ആ ലോണ് പിന്നീട് പണയാധാരം ഒന്നുകൂടെ പുതുക്കി വെച്ച് വേറൊരാളുടെ പേരിലോട്ട് ജാമ്യമായിട്ട് വെച്ച് കുറച്ച് ലോൺ എടുക്കും. ഇങ്ങനെ ഒരു വസ്തുവിൻ്റെ പേരിൽ പല ലോണുകൾ. ഇതൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നം. പിന്നെയുള്ളത് രാഷ്ട്രീയ കാരണങ്ങൾ. അത് ഈയിടെ പത്രം വായിച്ച ആളുകൾക്കെല്ലാം അറിയാമല്ലോ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലും ഭരണ പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചപ്പോഴും ഇവർ തമ്മിലുള്ള പിടിപ്പിൻ്റെ കലിപ്പുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്തപ്പോൾ അടി കിട്ടിയത് ഇവിടുത്തെ സാധുക്കൾക്കിട്ടാണ്. എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകർക്കിട്ടാണ് കിട്ടിയത്. പിന്നെ ഒരു പ്രധാന വിഷയമായി ഭൂമിയുടെ അസാധാരണമായ വിലയിടിവ്.
ഈ മലയാളിയെ സംബന്ധിച്ച് മലയാളിയെ ആത്യന്തികമായി കൃഷിക്കാരനാണല്ലോ. അതുകൊണ്ട് ഇവൻ എല്ലാ കാലത്തും ധരിച്ചിരുന്നത് സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് ഭൂമിയാണെന്നാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് എന്നാ കാണിച്ചു, 100 രൂപ ഉണ്ടായിക്കഴിഞ്ഞാൽ 100 രൂപയുടെ ഭൂമി മേടിക്കാൻ അവൻ ചിന്തിച്ചു. അങ്ങനെ വന്നപ്പോൾ ഭൂമിക്ക് വില കൂടി. വില കൂടിയപ്പോൾ കൃഷിയൊക്കെ ചെയ്ത് ആ ഒരു തലത്തിലേക്ക് അവൻ മുന്നോട്ട് പോയി. പക്ഷേ ഭൂമിയുടെ വിലയിടിവ് അവൻ്റെ സാമ്പത്തിക മേഖലയെ തകർത്ത് കളഞ്ഞു. പിന്നെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവൻ, ചിട്ടി പിടിച്ചവൻ, കുടിശ്ശികയുള്ളവനൊക്കെ ഏതെങ്കിലും വിധത്തിൽ ബാങ്കിൽ ഇത് തിരിച്ചടയ്ക്കാൻ ചെല്ലുമ്പോൾ അവനൊരു 10 നിക്ഷേപകരോടുകൂടെ പറയും, ദേ ഞാൻ 5 ലക്ഷം രൂപ അടയ്ക്കാൻ പോവുക നാളെ രാവിലെ 10 മണിക്ക്. അപ്പോൾ ആ സമയത്ത് നിങ്ങളും കൂടെ വന്നാൽ അന്നേരം ഇതിങ്ങ് മേടിക്കാം. അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കാരാരെല്ലാം അവരോട് പറയും, എൻ്റെ ലോണ് ജപ്തിയാകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്, അപ്പം ഞാൻ ഈ കുടിശ്ശിക അങ്ങോട്ട് അടയ്ക്കാൻ പോവുക, ഞാൻ അടയ്ക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ പൈസ മേടിച്ചോണം. അങ്ങനെ അവനൊരുത്തനോട് പറയും, അവർ 2 പേരോട് പറയും. അങ്ങനെ ബാങ്ക് സ്റ്റാഫുകൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ മേലാതെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന സമയത്ത് ഇയാൾ ഈ ചിട്ടിയുടെയോ ലോണിൻ്റെയോ കുടിശ്ശിക അടയ്ക്കാൻ 4-5 ലക്ഷം രൂപയായിട്ട് ചെല്ലുമ്പോൾ ഇയാൾ പറഞ്ഞിട്ട് തന്നെ 25 ലക്ഷം രൂപ മേടിക്കാനുള്ള ആളും കൂടെ വരും. അവസാനം ബാങ്കുകാർ എന്നാ കാണിക്കും, അത് ഈ 5 ലക്ഷം പലർക്കായിട്ട് വീതിച്ചു കൊടുക്കും. അപ്പോൾ അവസാനം സംഭവിക്കുന്നത് ഇതും ബാങ്കിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇതിങ്ങനെ ഓരോരോ കാരണങ്ങൾ നമ്മൾ നോക്കിയാൽ ഇതിലേറ്റവും ഭീകരമായ കാരണമെന്ന് പറയുന്നത് 3 കാരണങ്ങളായിട്ട് നമുക്കിതിനെ കോട്ട് ചെയ്യാം. 1, ബോർഡ് മെമ്പർമാർ ഒപ്പിച്ച് വെച്ച കോലം, അത് ഇതിനകത്തൊരു പ്രധാന കാരണമാണ്. 2ാമത്തെ പ്രധാന കാരണം രാഷ്ട്രീയക്കാരുടെ പിടിവലി. 3ാമത്തെ കാരണം അനാവശ്യമായി പണം പിൻവലിക്കാൻ നിക്ഷേപകർ ചെന്നത്. ഈ 3 കാരണങ്ങളും ബാക്കി ഒരു 10-12 ഉപകാരണങ്ങളുമാണ് ഇത് പൊളിയാനായ കാരണം. ഇതിൽ ഈ 2 കാരണങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റിയല്ല. ഒരു കാര്യം, ബോർഡ് മെമ്പർമാരുടെ കളികൾ ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ച് പറ്റിയല്ല. രാഷ്ട്രീയക്കാരുടെ പിടിവലി അത് അവർക്ക് സ്വാധീനമുള്ളിടത്തോളം കാലം അവർ ചെയ്യും. അവർക്ക് ജനമൊന്നും ഒരു വിഷയമല്ലല്ലോ, അവർക്ക് അവരുടെ കാര്യമല്ല ഉള്ളൂ. പക്ഷേ പൊതുജനം ഈ അനാവശ്യമായി നിക്ഷേപം പിൻവലിക്കാൻ ചെല്ലാതിരിക്കാമെങ്കിൽ തന്നെ നിങ്ങളുടെ പണം കിട്ടും, അത് ഉറപ്പാണ്. ആ ബാങ്കുകൾ കുറേയെങ്കിലും നിലനിൽക്കും. ആ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെ അവിടുത്തെ ജോലിക്കാർക്ക് പ്രഷറില്ലാതെ ജോലി ചെയ്യാനും പറ്റും, ശാന്തമായിട്ട് നിങ്ങളുടെ പണം ഒപ്പിച്ച് തരാനും പറ്റും. കോപ്പറേറ്റീവ് ബാങ്ക് എങ്ങാണ്ട് കിടക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് പൊളിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നാ ദൂഷ്യം എന്ന് ചിന്തിച്ചാലും ദൂഷ്യം എല്ലാവർക്കും ഉണ്ട്. കാരണം 1ാമത്തെ ദൂഷ്യം എന്ന് പറയുന്നത് പൊതുജനം വളർത്തിയ പ്രസ്ഥാനം പൊതുജനം തന്നെ തകർക്കുന്നത് കൊണ്ട് ദൂഷ്യം പൊതുജനത്തിന് മാത്രമാണ്. ഒന്നുകൂടെ പറയാം, പൊതുജനം വളർത്തിയ പ്രസ്ഥാനം പൊതുജനം തന്നെ തകർക്കുന്നത് കൊണ്ട് ദൂഷ്യം പൊതുജനത്തിന് മാത്രമാണ്. നമ്മളിവിടെ മനസ്സിലാക്കണം, രാഷ്ട്രീയക്കാർക്ക് ഇതിനകത്ത് ഒരു ദൂഷ്യവും വരാനില്ല. അവർക്ക് കിട്ടുന്ന ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും വൈറ്റാണ്, ബാങ്ക് വഴിയാണ്. അതവർ നാഷണൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുമുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കാണാൻ മേലെ ഇന്നവരുടെ ഇത്ര എന്നൊക്കെ പറഞ്ഞ്. കിമ്പളം അങ്ങനെ മേടിക്കുന്നത് അക്കൗണ്ടിൽ കൂടെ കൊടുക്കാൻ മേലാത്തത് കൊണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടാൽ അവർക്കത് പൊട്ടുന്നതിനിപ്പുറം ഊരിക്കൊണ്ട് പോകാൻ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഇതിനകത്ത് ഒരു നഷ്ടവും ഒരു രാഷ്ട്രീയക്കാരനും, കൊടി ചുമലയാണേലും പച്ചയാണേലും വെള്ളയാണേലും കാവിയാണേലും, രാഷ്ട്രീയക്കാരൻ ഇത് പൊളിഞ്ഞാലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിൻ്റെ ദൂഷ്യം മുഴുവൻ പൊതുജനത്തിന് തന്നെ ഉണ്ടാവും എന്നതാണ് ഇതിൻ്റെ 1ാമത്തെ ദൂഷ്യം. ഇനി 2ാമത്തെ ദൂഷ്യം പറയാം. അനാവശ്യ നിക്ഷേപ പിൻവലിക്കൽ മൂലം അത്യാവശ്യക്കാർക്ക് പോലും ലോൺ കൊടുക്കാൻ കോപ്പറേറ്റീവ് ബാങ്കുകളെ കൊണ്ട് പറ്റിയല്ലെന്നായി. ഒരാവശ്യമില്ല, ചുമ്മാതെ ഈ ബാങ്ക് പൊട്ടിയെന്ന് ആരാണ്ടൊന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ബോർഡ് മെമ്പർമാർ ചെറിയ സൂചന കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ മൊത്തം അങ്ങ് പൊട്ടിയെന്നുള്ളൊരു ധാരണ കൊണ്ടോ എന്തു ചെയ്യും, അനാവശ്യമായിട്ട് ഈ തുക പിൻവലിക്കുന്നത് കൊണ്ട് അത്യാവശ്യക്കാർക്ക് പോലും ലോൺ കൊടുക്കാൻ ഈ ബാങ്കുകളെ കൊണ്ട് കഴിയില്ലെന്നാവും. അപ്പം അത്യാവശ്യം പറഞ്ഞ് ചുമ്മാതെ അനാവശ്യ നുണകളും പറഞ്ഞ് ഇത് പിൻവലിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ പിൻവലിച്ചുകൊണ്ട് പോകുമ്പോൾ അത്യാവശ്യക്കാർക്ക് പോലും ഒരു ലോൺ കൊടുക്കാനില്ലെന്നാകും എന്നത് ഇതിൻ്റെ ഒരു പ്രധാന ദൂഷ്യമാണ്. ഇനി അടുത്ത ദൂഷ്യം, ഈ അനേക മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലുള്ള മാതാപിതാക്കൾ, അവർ പശു വളർത്തിയും
കോഴി വളർത്തി, ജാതിക്ക പിറക്കി വിറ്റും കൂലിപ്പണി ചെയ്തും ഒക്കെ ചെറിയ തുകകൾ സമ്പാദിക്കും. ഈ തുകകൾ അവർ മക്കളറിയാതെ രഹസ്യമായിട്ട് കൊണ്ട് അക്കൗണ്ടിലിടും. എന്നെങ്കിലും മക്കൾക്ക് ഇത് കിട്ടും, പക്ഷേ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്കൊരാവശ്യമാണ്. ഈ ബാങ്ക് പൊട്ടിയെന്നറിയുമ്പം ഇവർ മക്കളോട് എന്ന് പറയും, എൻ്റെ പൊന്നു മക്കളെ, ബാങ്കിൽ ഇങ്ങനെ ഇച്ചിരി ഉണ്ടായിരുന്നു. മക്കളിത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ വന്ന് ഇത് മേടിച്ചുകൊണ്ടും പോകും. അവസാനം ഈ കാരണവന്മാർ വഴിയാധാരമാകും. ഇതിൻ്റെ പലരിൽ നിന്നും ഞങ്ങൾ ഉദാഹരണം കണ്ടതാണ്. മക്കളിത് മേടിച്ചെടുത്ത് ഒന്നെങ്കിൽ അവരടിച്ച് പൊളിക്കും, അല്ലെങ്കിൽ അവരത് കൊണ്ടുപോകും. കാരണവന്മാർക്കൊരാവശ്യം വന്നാൽ കയ്യിലെടുക്കേണ്ട പൈസ അത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ തകർന്നാൽ അത് ഗ്രാമങ്ങളിൽ നെടുനീളം അത് ബാധിക്കും. ഇനി അടുത്തത് ഒരു പ്രധാന ദൂഷ്യം എന്ന് പറഞ്ഞാൽ, ഏതേലും കോപ്പറേറ്റീവ് ബാങ്ക് ജോലിക്കാരൻ, എൻ്റെ അനുഭവത്തിൽ 99% ജോലിക്കാരും വളരെ മര്യാദക്കാരാണ്. മര്യാദയില്ല, അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റിയല്ല. മര്യാദകേടുകാരുണ്ട് കേട്ടോ. അതാരാന്നറിയോ? ഈ ബോർഡ് മെമ്പർമാർ അവരുടെ സ്വന്തത്തിൽപ്പെട്ട കുറേ വയ്യാവേലികളെ വലിച്ചതിനകത്ത് കയറ്റും. സംസാരിക്കാനും അറിയത്തില്ല, എഴുതാനും അറിയത്തില്ല, ഒരു ബോധവും ഇല്ലാത്ത കുറേ അലവലാദികളെ ഇതിനകത്ത് കയറ്റും സ്റ്റാഫായിട്ട്. എന്നാ കല്യാണമൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. അവരെ കയറ്റിയിട്ട് ഇവർ ബോർഡ് മെമ്പർ സ്ഥാനം അങ്ങ് രാജിയും വെക്കും. അപ്പം ബോർഡ് മെമ്പറുടെ സ്വന്തക്കാരൻ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഇല്ലല്ലോ. എല്ലാം ടെക്നിക്കലാണല്ലോ. രാഷ്ട്രീയക്കാരൻ്റെ ടെക്നിക്ക് മാത്രമല്ല ഉള്ളൂ. ടെക്നിക്ക് കൂടിയ രാഷ്ട്രീയക്കാർ വന്നപ്പോൾ നാട് മുടിഞ്ഞു. ടെക്നിക്കില്ലാത്ത രാഷ്ട്രീയക്കാരുണ്ടായിരുന്ന കാലത്ത് നാടിന് വിജയമായിരുന്നു. അപ്പോൾ ഈ അലവലാദിയെല്ലാം കയറ്റി വെച്ചിട്ട് ഈ അലവലാദി ബോർഡ് മെമ്പർ അങ്ങ് രാജിവെച്ച് പോകും. അങ്ങനെ രാജിവെച്ച് പോകുമ്പം അങ്ങനെ കയറുന്ന ചില കൊള്ളുകലാത്തവന്മാരല്ലാതെ ഈ ബാങ്കിൽ ജോലിക്കാർ മോശക്കാരില്ല. ഇങ്ങനെ ചിലതൊക്കെ ഉണ്ട്. ഈ നല്ല ജോലിക്കാർ അവർക്കിപ്പോൾ അവരുടെ ശമ്പളം കുറഞ്ഞ് അവർ ചെയ്തു തന്നെ എല്ലാ കാലത്തും എല്ലാവരെയും സ്നേഹിക്കുകയും അതിനനുസരിച്ച് ജോലി ചെയ്യുകയും ചെയ്തു. എല്ലാ പേപ്പറുകളും അവർ എഴുതി, സ്ലിപ്പുകൾ എഴുതി. സ്റ്റേറ്റ് ബാങ്കിൽ ചെന്നൊരു സ്ലിപ്പ് എഴുതിക്കാവോ? സ്റ്റേറ്റ് ബാങ്കിൽ ചെന്നൊരു ബുക്ക് പതിപ്പിക്കാവോ? സ്റ്റേറ്റ് ബാങ്കിൽ ചെന്ന് ഒരു കാര്യം മര്യാദയ്ക്കൊന്ന് ചോദിക്കാവോ? അവർ മറുപടി പറയല്ല. അതിനകത്ത് കോപ്പറേറ്റീവ് ബാങ്കിൽ ചെന്നേ. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംഘം നല്ല ജോലിക്കാരെ വഴിയാധാരമാക്കും. ഇതിൻ്റെ അടുത്തൊരു ദൂഷ്യമാണ്. ഇനി അടുത്ത ദൂഷ്യം എന്ന് പറയുന്നത്, ഈ ഗ്രാമങ്ങളിലൊക്കെ ചിട്ടി പോലെയുള്ള ചെറിയ നിക്ഷേപങ്ങളുണ്ടായിരുന്നു. അത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതൊന്നും ഇല്ലെന്നാകും. സ്റ്റേറ്റ് ബാങ്കുകാരൻ എന്നോട് വല്ലതും പോകാൻ പോകുന്നു? മറ്റേ ബാങ്കുകളെല്ലാം പോകാൻ പോകുന്നു? ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറു നിക്ഷേപങ്ങളെല്ലാം പോവും. ഇനി വേറൊന്ന്, ആളുകൾക്ക് ഈ നാഷണൽ ബാങ്ക് നൽകുന്നതിലും ഒരു ചെറിയ പലിശ കൂടുതൽ നൽകിക്കൊണ്ടിരുന്ന ഈ കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. സാധാരണ കോപ്പറേറ്റീവ് ബാങ്കുകളൊന്നും സെൻട്രലൈസി ഉള്ളതോ അങ്ങനെ സംവിധാനമൊന്നും ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രവർത്തന ചെലവ് കുറവുള്ളത് കൊണ്ട് ആ ശകലം പലിശ കൂടുതൽ കൊടുക്കുന്നത്. ഇങ്ങനെ പലിശ ഒരു ശകലം കൂടുതൽ കൊടുക്കുന്നതും ഇവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടോട്ടല്ല പോകുന്നത്, അത് പൊതുജനത്തിനല്ല കിട്ടുന്നത്. ഇതും ഇല്ലെന്നാക്കും. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇത് ചിന്തിച്ചു. കേരളം തിരിച്ച് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത്, മലയാളിക്ക് ഇപ്പോൾ സത്യം അന്വേഷിക്കാൻ നേരമില്ല. മലയാളി ഇപ്പോൾ കുറ്റം അന്വേഷിച്ചാണ് നടക്കുന്നത്. സത്യം അന്വേഷിക്കാൻ അവർക്ക് ഒരു താല്പര്യമില്ല. അവരൊന്നും സത്യാന്വേഷികളല്ല, അവരെല്ലാം കുറ്റാന്വേഷികളാണ്. മലയാളിയുടെ ഒരു പൊതു സ്വഭാവം ഇപ്പോൾ. അതുകൊണ്ട് എന്ത് വേണ്ടി ദുഷ്ടന്മാരെ ഭരണത്തിലേൽപ്പിക്കും. അവർ ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ അടിച്ചു കയറ്റും മനുഷ്യൻ്റെ തലയിൽ. ഇല്ലാത്ത നികുതികൾ മുഴുവൻ അടിച്ചു കയറ്റും. അതുകൊണ്ട് ഈ കോപ്പറേറ്റീവ് ബാങ്ക് പോലെ ജനത്തിന് ഗുണമുള്ള പ്രസ്ഥാനങ്ങൾ, ഇതുപോലെയുള്ള ഒത്തിരി ദൂഷ്യങ്ങൾ ഉണ്ടാകും. സാധാരണക്കാരുടെ ആശ്രയമായിരുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളെ കേന്ദ്ര സംസ്ഥാന ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരുടെ പിടുത്തവും വലിയും മൂലം ഇന്നത്തെ അവസരത്തിലാക്കി വെച്ചു. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യമുണ്ട്, നിക്ഷേപകരുടെ പണം കിട്ടുമോ? അല്ലെങ്കിൽ ഇതെങ്ങനെയാകും? ഇനി എങ്ങോട്ടാകും? ഞാൻ കൃത്യമായിട്ട് പറയട്ടെ. നിക്ഷേപകർ അനാവശ്യമായി പണം പിൻവലിക്കാതെ, അനാവശ്യ വാർത്തകൾ കേട്ട് പരിഭ്രമിക്കാതെ ശാന്തമായി നിൽക്കാമെങ്കിൽ എല്ലാ നിക്ഷേപകരുടെ പണവും കിട്ടും എന്നാണ് എനിക്കിതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ചിലപ്പോൾ ഇച്ചിരി സമയം എടുത്തേക്കാം, പക്ഷെ അത് കിട്ടും. അതിൻ്റെ കാരണം, പഴയതുപോലെയുള്ള കളികൾ ഇനി കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നടക്കുകയല്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് അല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ പിടിച്ച് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ സാധാരണക്കാർക്ക് അപ്രാപ്യമാകുന്ന രീതിയിലാക്കി വെച്ചു. അതാണ് ഇപ്പം നടക്കുന്നത്.
പഴയതുപോലെയുള്ള ഒരു വീഴ്ചകളും ഇനി കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നടക്കില്ല. കാരണം ബോർഡ് മെമ്പേഴ്സ് മാസ് മാത്രം നോക്കിയാൽ ഇനി ലോൺ കൊടുക്കാൻ പറ്റില്ല. ഇനി ലോൺ കൊടുക്കണമെങ്കിൽ ബാങ്ക് സ്റ്റാഫ് നോക്കണം, ബോർഡ് മെമ്പർമാർ നോക്കണം, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കൂടെ നോക്കണം, അതിൻ്റെ മുകളിൽ ഓഡിറ്റർമാരും ഉണ്ട്. അപ്പം വളരെ പെട്ടെന്ന് പഴയതുപോലെ അമ്മാച്ചനും മരുമോനും ഒന്നും കൊടുപ്പ് നടക്കില്ല. അതൊരു ഒന്നാമത്തെ കാര്യമാണ്. രണ്ട്, നാഷണൽ ബാങ്കുകളുടെ അവസ്ഥയിലേക്ക് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രവർത്തനം മാറ്റി. ഇനി ശമ്പളവും പെൻഷനും കൂടെ പരിപാടി നടന്നാലും നടന്നില്ലെങ്കിലും കൊടുത്തേക്കാമെന്ന് ഗവൺമെൻറ് പറഞ്ഞുണ്ടല്ലോ. ഈ സ്റ്റാഫുകളെ കൊണ്ട് പോലും ഒരു കുറവ് ആർക്കും കിട്ടുകയില്ല. ഈ സ്റ്റേറ്റ് ബാങ്കിലെയും മറ്റുള്ള ബാങ്കുകളിലെയും നാഷണൽ ബാങ്കിലെയൊക്കെ സ്റ്റാഫുകൾ ഇത്രയും തൻ്റെ ഇടം കാണിക്കുന്നത് അവനായിട്ടൊന്നും ആരും ഒന്നും ചെയ്യാനില്ലെന്നുള്ളൊരു ഭാവമാണ്. എന്നാൽ ഇവിടെ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പം നാഷണൽ ബാങ്കുകളുടെ തുല്യമായി. നാഷണൽ ബാങ്കുകളുടെ തുല്യമാകുമ്പോൾ ഒരുമാതിരിപ്പെട്ട കുറച്ച് മേഖലയിലെങ്കിലും ഇത് ജനകീയമല്ലാതായി മാറും. പണ്ട് വഴിയൊന്നും ഇല്ലാത്ത, റോഡില്ലാത്ത സ്ഥലത്തിനൊക്കെ ലോൺ കിട്ടുമായിരുന്നു. ഉദാഹരണമാണ്. ഇനി ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. കോപ്പറേറ്റീവ് ബാങ്ക് ഇനി ഇത് കൂട്ട് പരിപാടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ആത്യന്തികമായി എന്നാ സംഭവിച്ചു? സാധാരണക്കാരൻ്റെ ആശ്രയമായിരുന്ന, സാധാരണക്കാരന് പെട്ടെന്ന് ചെന്ന ഒരു കാര്യം നടക്കുമായിരുന്ന ഈ എല്ലാം നാഷണൽ ബാങ്കിൻ്റെ ലെവലിൽ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം വലിയ വലിയ രീതിയിലേ നടക്കുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചോദിക്കാൻ പോകുന്നത് ലോൺ വേണോ? അതെ. IT അടച്ചതിൻ്റെ പേപ്പറുണ്ടോ? കൃഷിക്കാരൻ എവിടെ IT അടച്ച പേപ്പർ ഇരിക്കുന്നത്? അല്ല GST അടച്ച പേപ്പറുണ്ടോ? കൃഷിക്കാരൻ എവിടെയാണ് ഈ പേപ്പർ ഇരിക്കുന്നത്? അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നീ നിൻ്റെ പണിക്ക് പോകാൻ പറയും. എന്നിട്ട് ഇതെല്ലാം ഉള്ള വലിയ പുള്ളിയൊക്കെ കൊടുക്കും. അവന്മാർ ഇവിടുന്ന് കോടികളുമായിട്ട് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും. എത്ര അവന്മാർ പോയി? ഇപ്പം പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞല്ലേ, വല്ല പ്രയോജനം കിട്ടിയോ? ഒരുത്തരം കിട്ടിയില്ല. നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഈ സാധാരണക്കാർക്ക് സമീപിക്കാമായിരുന്ന കോപ്പറേറ്റീവ് ബാങ്ക് നാഷണൽ ബാങ്ക് പോലെ കളിച്ച് ആക്കി വെച്ചെങ്കിൽ ഇത് വന്നു പെട്ടത് ആരുടെ മേത്താ? ആരുടെ പുറത്താ? ഇവിടുത്തെ പൊതുജനത്തിൻ്റെ പുറത്തല്ലേ വന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ പണം നമ്മൾ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ആളുകൾക്ക് തന്നെ ലോൺ കൊടുത്ത് മാന്യമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു പ്രസ്ഥാനം കുറേ അളിഞ്ഞ രാഷ്ട്രീയക്കാർ കളിച്ച് അവസാനം ഇപ്പം നമുക്ക് സ്റ്റേറ്റ് ബാങ്കിൽ ചെല്ലുന്ന അവസ്ഥയിലാക്കി വെച്ച് ഈ കാര്യങ്ങൾ. ഇനി കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് ചെന്നോ വഴിയില്ലാത്തതോ സൗകര്യമില്ലാത്തതോ സാഹചര്യമില്ലാത്ത ഒരു ലോൺ അവർ തരികയില്ല. കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞാലും ആ മനുഷ്യനും ഇവിടെ ഉള്ളതല്ല, അവർക്ക് ജീവിക്കണ്ടേ, അവർക്കൊരാവശ്യം വന്ന് ആരെങ്കിലും ചെയ്യണ്ടേ? ഈ ലോൺ എടുത്താൽ ഞാൻ മനസ്സിലാക്കുന്നത് അടക്കിയല്ലാത്തത് സാധാരണക്കാരല്ല, ഇടത്തരക്കാരല്ല. എടുത്താൽ അടക്കിയല്ലാത്തത് പൊതുവെ വലിയ പ്രസ്ഥാനക്കാരാണ്. അവർക്കറിയാം ഇത് അടയ്ക്കാതിരിക്കാനുള്ള വഴിയെന്ത്, ഒഴിഞ്ഞു നിൽക്കാനുള്ള വഴിയെന്ത്, അതിനുള്ള നിയമപരമായ വഴിയെന്ത്. ഒരു രക്ഷയില്ല, നാട് വിട്ടു പോകാനും അവർക്കറിയാം. അത് പോകുന്നതിനിപ്പോൾ ഇതെല്ലാം ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യും. പോയാൽ എങ്ങനെ പിടിക്കും? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ ഇന്ത്യയിലെയോ ഒരു കൃഷിക്കാരൻ ലോൺ എടുത്തിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ നാട് വിട്ടു പോയിട്ടില്ല. അവനിവിടെ കാണും. ഫലത്തിൽ എതിർ രാഷ്ട്രീയക്കാരെ തകർക്കാൻ ശ്രമിച്ചു, അടി പൊതുജനത്തിലോട്ട് കൊണ്ടു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതിനകത്ത് പൊതുജനം സത്യം മനസ്സിലാക്കണം. ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ തകർത്തതിൻ്റെ പുറകിൽ ആത്യന്തികമായി രാഷ്ട്രീയക്കാരാണ്. പത്രം വായിക്കുന്നവർക്കറിയാം ഏത് കൊടിക്കാരനിട്ട് അടിച്ചതാണ് ഇതിൻ്റെ ബാക്കി. അതുകൊണ്ട് പുതിയ വ്യവസ്ഥയിൽ, പുതിയ നിയമ സംവിധാനത്തിൽ ഇവർ തമ്മിലുള്ള അടി, ഇവർ തമ്മിൽ അടിച്ചു, ഇടയ്ക്ക് നിന്ന പൊതുജനത്തിന് അടി കിട്ടി. അതിനി മുന്നോട്ട് പൊതുജനം മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കി വരുമ്പോഴത്തേനും നമ്മൾ കുഴയും എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ പറയട്ടെ, നമ്മുടെ നിക്ഷേപമുള്ളവർ അത്യാവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ അല്പസമയം കൊടുത്താൽ ബാങ്ക് പതുക്കെ ഇതിനകത്തുനിന്ന് കയറി വരും. എല്ലാ ബാങ്കുകളും ഒന്നും പൊട്ടിയിട്ടില്ല. ഒരു 10% താഴെയുള്ള ബാങ്കുകളെ പൊട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി കോപ്പറേറ്റീവ് ബാങ്കുകൾ ഒന്നും പൊട്ടിയിട്ടില്ല. പ്രവർത്തിക്കാനുള്ള അവസരവും സമയവും സാഹചര്യവും കൊടുത്തില്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെന്ന്
നിക്ഷേപങ്ങൾ ചോദിച്ചാൽ ബാങ്ക് നിലനിൽക്കണമെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ലോൺ എടുത്തതും തിരിച്ചു കൊണ്ട് കൊടുക്കേണ്ടി വരും. നിക്ഷേപകരെല്ലാം കൂടെ വന്ന് ചോദിക്കുമ്പോൾ ഒരു സൈഡ് നിങ്ങളിവിടെ നിന്നില്ല, ലോൺ എടുത്തവരെല്ലാം പൈസയും കൊണ്ട് വരാമെങ്കിൽ ബാങ്കുകാർ എന്ത് ചെയ്യും? ഈ ലോൺ എടുത്തവൻ്റെ ഈ പൈസ മേടിച്ച് നിക്ഷേപകന് പൈസ കൊടുത്തിട്ട് ബാലൻസ് ഉള്ള ആ 3% പലിശ പൈസ മാത്രം അവരെടുത്തിട്ട് വേണേൽ ബാങ്ക് പിരിച്ചുവിടാം. അങ്ങനെ ലോൺ എടുത്തവൻ മുഴുവൻ പൈസയും കൊണ്ടുവരികയല്ലെങ്കിൽ നിക്ഷേപിക്കുന്നവൻ മുഴുവൻ പൈസ ഒരുമിച്ച് ചോദിച്ചാൽ ഇതെങ്ങനെ നിലനിർത്തും എന്ന യാഥാർത്ഥ്യം ചിന്തനീയമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഇനി മുന്നിലോട്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഇതുകൂട്ട് അബദ്ധങ്ങളൊന്നും പറ്റുകയില്ലെന്നും സാധുക്കൾക്ക് സമീപിക്കാവുന്ന രീതിയിലുള്ള വ്യവസ്ഥകളെല്ലാം മാറ്റി വലിയ അവസ്ഥയിലോട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുക എന്നും ഉള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണമേ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. മറ്റക്കൊമ്പനാൽ ജ്വല്ലറി, PP റോഡ്, ഈരാറ്റുപേട്ട.